കാലത്ത് നല്ല മഞ്ഞുള്ള പ്രഭാതമായിരുന്നു കേട്ടോ. അപ്പം മഴയൊക്കെ രാത്രി നല്ല മഴയായിരുന്നു. മഴയെല്ലാം തോർന്ന് ശാന്തമായി ഇങ്ങനെ കിടക്കുവാണ്. നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ സൈഷേട്ടന് ഇന്ന് ജോലിയുണ്ട്. അപ്പം നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ആവി പറക്കുന്ന പുട്ടാണ്. അപ്പോൾ പുട്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കാരണം ഇഡ്ഡലിയൊക്കെ ഞങ്ങൾ സ്ഥിരം വെച്ച് കഴിച്ച് എനിക്ക് മടുത്തിരിക്കുവാണ്. അപ്പോൾ പുട്ട് ഞാൻ നല്ലവണ്ണം കഴിക്കും. അപ്പോൾ പുട്ടിൻ്റെ കൂടെ നമുക്കിന്ന് കഴിക്കാൻ പയറാണ് കേട്ടോ. അപ്പം എനിക്കൊരു അബദ്ധം പറ്റി. പയർ ഞാൻ കുക്കറിലാണ് വേവിച്ചത്. അപ്പോൾ കുക്കറിൽ വേവിച്ചപ്പം പയർത്ത് ചളിഞ്ഞ് പോയി. സൈഷേട്ടന് വഴക്കൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ സൈഷേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് രാവിലെ 8 മണിക്ക് തന്നെ ജോലിക്ക് പോയി. ഞാനും അബിക്കുട്ടനും ഒരു 9 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം ഇഡ്ഡലിയാണ് കേട്ടോ. മാവൊഴിച്ച് പെട്ടെന്ന് ഇഡ്ഡലി തട്ടി വെച്ച് വേവിച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ പുട്ടും എളുപ്പമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞാനും അബിക്കുട്ടനും പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഷൈനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ചർച്ചിലൊരു ചടങ്ങെന്ന് വെച്ചാൽ മാമോദീസ മുക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് പുതുനന്മ എന്നാണ് പറയുന്നത്. മാമോദീസ നമ്മുടെ കേരളത്തിൽ മാമോദീസ മുക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇവിടെ പുതുനന്മ. അങ്ങനെ ആ ചടങ്ങിന് പോവാണ്. അപ്പോൾ ഷൈനിയുടെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ കയ്യിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ സൈഷയുടെ അനിയൻ്റെ മോനാണിത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഊണ് അവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സദ്യ തന്നെയായിരുന്നു. പരിപ്പുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ അവിയൽ, നാരങ്ങ അച്ചാർ, പിന്നെ ഇറച്ചിയെന്ന് വെച്ചാൽ ആട്ടിറച്ചിയാണ്. ഇവിടേക്ക് എല്ലാ ഫംഗ്ഷൻ ആട്ടിറച്ചിയാണ് കൊടുക്കാറുള്ളത്. പിന്നെ പായസം പരിപ്പ് പായസമാണ്. അപ്പം പഴമൊക്കെ ഇട്ട് പായസം ഞെവിടി കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞാനും അബിക്കുട്ടനും അപ്പാടെ വന്ന് കിടന്നങ്ങ് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞങ്ങൾ ചായ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ മഴയും ആസ്വദിച്ചിങ്ങനെ ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് മഴ സീസണാണല്ലോ. അപ്പം നമുക്ക് മഴ കിട്ടി തുടങ്ങി 2 ദിവസം കൊണ്ട്. ഇപ്പം നല്ല മഴയാണ്, ശക്തിയായ മഴയാണ്. അപ്പോൾ അബിക്കുട്ടനാണെങ്കിൽ ആ തണുപ്പത്ത് നല്ല മൂടിപ്പൊതിച്ച് നല്ല ഉറക്കത്തിലാണ് ആൾ. പിന്നെ വൈകുന്നേരത്തെ വിശേഷം എല്ലാം കഴിഞ്ഞ് രാത്രി നമുക്ക് കഴിക്കാൻ മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി എന്ന് വെച്ചാൽ ചാളമീനാണ് കിട്ടിയത്. പിന്നെ ചീരത്തോരൻ ഉണ്ടായിരുന്നു, മുട്ട വറുത്തതുണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. ടാറ്റാ.